പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമുക്ക് ചില ആവശ്യങ്ങൾക്കായി ചില ഫോട്ടോകൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ടി, ഒളിപ്പിച്ച് വെക്കേണ്ടി സാഹചര്യം വരുന്നു. ചിലത് പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും കാണും, നമുക്കത് ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നു, അതായത് ഒളിപ്പിച്ച് വെക്കേണ്ട ആവശ്യം വരുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടീസ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയും അത് വഴി നമ്മളത് ഒളിപ്പിച്ച് വെക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ ആപ്ലിക്കേഷൻ കുറച്ച് ദിവസം പ്രവർത്തിക്കാതെ കഴിയുമ്പോഴത്തേക്ക് അത് പ്രവർത്തിക്കാതാവും. അതാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഫോണിൽ തന്നെ അത് ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ട് 3 മാർഗങ്ങളുണ്ട് കേട്ടോ. അതാണ് ഇന്ന് ഈ വീഡിയോയിൽ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതെ, നമ്മുടെ ഫോണിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ കൂടാതെ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മൾ നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെർച്ച് ബാറിൽ പ്രൈവസി എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് വരും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കറിയാം, നമ്മൾ ആ പ്രൈവസിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ലോക്ക്, ഹൈഡ് ആപ്സ്, പ്രൈവറ്റ് സേഫ് എന്ന് പറയുന്ന 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഹൈഡ് ആപ്സിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ആപ്പ് ലോക്കിനെ കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പ്രൈവറ്റ് സേഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ പാസ്വേഡ് ഇട്ടിട്ടുണ്ട്. ഹൈഡ് ആപ്സ്, ഇതിന്റെ എല്ലാം പാസ്വേഡ് ഒന്നാണ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പാസ്വേഡാണ് നമുക്കിത് എല്ലാത്തിനും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, കാര്യം സ്ക്രീൻ റെക്കോർഡിൽ ഇത് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഇത് കാണാൻ സാധിക്കത്തില്ല. ഞാനത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇമേജസ്, ആഡിയോ, ഡോക്യുമെന്റ്സ്, അതർ ഫയൽസ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമുക്ക് സേഫ് ആയിട്ട് സൂക്ഷിക്കാൻ കണക്കിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഞാനിവിടെ ഇമേജസ് ആൻഡ് വീഡിയോസ് എന്നാണ് ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ താഴെ പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗാലറി ഓപ്പൺ ആവുകയും ഞാനിപ്പോൾ ഒരു പിക്ചറും ഒരു വീഡിയോയും ഞാനിവിടെ ഹൈഡ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. താഴെ നമുക്ക് സെറ്റ് ആസ് പ്രൈവറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കണ്ടോ, അത് രണ്ടും ഇവിടെ ഹൈഡ് ആയിട്ടുണ്ട്. ഇനി അത് നമ്മുടെ ഗാലറിയിൽ കാണാൻ സാധിക്കത്തില്ല കേട്ടോ. ഇവിടെ നമ്മൾ ആവശ്യമുള്ളപ്പോൾ പ്രൈവറ്റ് സേഫിൽ കൊടുത്തതിന് ശേഷം, പാസ്വേഡ് കൊടുത്തതിന് ശേഷം നമുക്ക് ഹൈഡ് മാറ്റി നമുക്ക് പുറത്തിറക്കാം. അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ നമുക്ക് കാണുകയോ ചെയ്യാം. രണ്ടാമത് നമ്മൾ എങ്ങനെയാണ് ഹൈഡ് ചെയ്ത് വെക്കേണ്ടതെന്ന് ഞാൻ നോക്കാൻ പോവുകയാണ്. നമുക്ക് ഡിഫാൾട്ട് ആയിട്ട് തന്നെ നമ്മുടെ ഫോണിൽ വരുന്ന ആപ്ലിക്കേഷനാണ് ഈ ഗൂഗിൾ ഫോട്ടോസ്. നമ്മൾ എന്ത് ചെയ്യണം, ഗൂഗിൾ ഫോട്ടോസ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഏത് ഫോട്ടോയാണോ അല്ലെങ്കിൽ വീഡിയോ ആണോ ഹൈഡ് ചെയ്ത് വെക്കേണ്ടത് അതിലൊന്ന് നമ്മൾ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് നമ്മൾ സെലക്ട് ചെയ്ത് നോക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ താഴെ കുറച്ച് ഓപ്ഷൻ വരുന്നത് കാണാൻ സാധിക്കും. നമുക്കിവിടെ അതിൽ മൂവ് ടു ലോക്ക്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സേഫ് ലോക്കറിലേക്ക് ഇടുക. അതിനുശേഷം നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെർച്ചിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ലോക്ക് ഫോൾഡർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ലോക്ക് ഫോൾഡർ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ പാസ്വേഡോ ഫിംഗർ പ്രിന്റോ കൊടുക്കേണ്ടി വരും. അത് കഴിയുമ്പോഴത്തേക്ക് ആ പിക്ചറുകളും ഇവിടെ കാണാൻ സാധിക്കും. ഇനി അടുത്ത് 3ാമത്തെ മാർഗം എന്താണെന്ന് നമുക്ക് നോക്കാം. അതും നമുക്കറിയാം, നമുക്കൊരു ഫയൽ മാനേജർ നമ്മുടെ ഫോണിൽ കാണും. ഡിഫാൾട്ടായിട്ട് തന്നെ നമ്മൾ ഫോൺ വാങ്ങുന്ന സമയത്ത് തന്നെ സിസ്റ്റം ആപ്ലിക്കേഷനായിട്ട് നമുക്ക് കാണും. ആ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇതിൽ നമുക്ക് സേഫ് ഫോൾഡർ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പാറ്റേൺ ലോക്കോ പിന്നോ എന്തെങ്കിലും കൊടുത്ത് ഒരു ലോക്ക് സിസ്റ്റം കൊണ്ടുവരിക. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഗാലറി ഇവിടെ കാണാൻ സാധിക്കുക. നമ്മുടെ വീഡിയോസും ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൂവ് ടു സേഫ് ഫോൾഡർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഇതുപോലെ മൂവ് ആക്കി നമ്മുടെ സേഫ് ഫോൾഡറിൽ കൊണ്ടുവന്ന് വെക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോയും പിക്ചറുകളും എല്ലാം തന്നെ ഇതുപോലെ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. നമുക്കിവിടെ ഫ്രണ്ടിൽ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ സേഫ് ഫോൾഡർ എന്ന് കാണാൻ സാധിക്കും. അതിനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ്വേഡ് എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് അതുപോലെ
അത് ഓപ്പണായി ഓർഡർ വരും. ഈ 3 മാർഗം ഉപയോഗിച്ച് നിങ്ങൾ ഫോണിൽ തന്നെ ഇത് സേഫ് ആയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. മറ്റൊരു ആപ്ലിക്കേഷന്റെ സഹായം തേടേണ്ട ആവശ്യമില്ല. മറ്റൊരു വീഡിയോ ആയി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.